പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ട്രിനിറ്റി ഇൻ്റർനാഷണൽ പ്രയർ മിനിസ്ട്രി ഫേസ്ബുക്ക് ലൈവിലൂടെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് രാത്രിയിൽ നിങ്ങളോട് ഒരുമിച്ച് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവജനവുമായി കടന്നു വരുവാൻ ദൈവമായ കർത്താവ് ഒരുക്കി തന്ന നല്ല അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ വാഴ്ത്തുകയാണ്. അടിസ്ഥാന ഉപദേശങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു ബൈബിൾ പഠന പരമ്പരയാണ് ഈ ക്ലാസ്സിലൂടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ബൈബിൾ പഠന പരമ്പര നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി മാറും എന്നുള്ളതിന് സംശയമില്ല. കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം മാനസാന്തരം, സ്നാനം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, കൂട്ടായ്മ എന്നീ വിഷയങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഇന്ന് അടുത്ത വിഷയമായ അപ്പം നുറുക്ക് എന്ന വിഷയത്തെക്കുറിച്ച് ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വേദപുസ്തകത്തിലെ അതിപ്രധാനമായ ഒരു അടിസ്ഥാന ഉപദേശമാണ് അപ്പം നുറുക്ക്. ആദിമ സഭ മുതൽ ഇപ്പോൾ വരെയും ആ ശുശ്രൂഷ അല്ലെങ്കിൽ ആ ഉപദേശം ദൈവസന്നിധിയിൽ നമ്മൾ ആചരിച്ചു പോരുന്നു. അതിനെക്കുറിച്ചുള്ള ചില പഠനങ്ങളാണ് വരും ദിവസങ്ങളിൽ നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആദ്യമായി അപ്പം നുറുക്ക് എന്ന ഒരു ശുശ്രൂഷയ്ക്ക് വേദപുസ്തകത്തിൽ നൽകിയിരിക്കുന്ന ചില പേരുകളെക്കുറിച്ച് നമുക്കൊന്നാമതായി ചിന്തിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 11-ാമത്തെ അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം വായിക്കും. 1 കൊരിന്ത്യർ ലേഖനം 11-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം. തീർച്ചയായും 20-ാമത്തെ വാക്യം. നിങ്ങൾ കൂടി വരുമ്പോൾ കർത്താവിൻ്റെ അത്താഴമല്ല കഴിക്കുന്നത്. അവിടെ ഒന്നാമതായി കൊടുത്തിരിക്കുന്ന ഒരു പദം കർത്താവിൻ്റെ അത്താഴം. കാരണം ഇത് കർത്താവ് സ്ഥാപിച്ചതായതുകൊണ്ട്, കർത്താവായ യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി മുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കർത്താവിനാൽ സ്ഥാപിതമായതുകൊണ്ട് ഇതിനെ കർത്താവിൻ്റെ അത്താഴം എന്ന് ഉള്ള ഒരു പേരിൽ അറിയപ്പെടും. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ തലേ ദിവസം യേശുക്രിസ്തുവും ശിഷ്യന്മാരും മാളികമുറിയിൽ ഒരുമിച്ചിരുന്ന് അവിടെ കർത്താവ് തൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് പറയുകയാണ്. തൻ്റെ ശരീരം നുറുക്കപ്പെടുവാനായിട്ട് പോവുകയാണ്, തൻ്റെ രക്തം ചിന്തപ്പെടുവാനായിട്ട് പോവുകയാണ്. അപ്പോൾ ക്രൂശ് മരണത്തെ ഓർക്കുന്ന ഒരു ശുശ്രൂഷയായി കർത്താവ് തൻ്റെ ഐഹിക ജീവിത കാലയളവിൽ അതിനെ സ്ഥാപിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ അത്താഴം എന്നുള്ള ഒരു പേരിൽ നമുക്ക് ഇത് കാണുവാനായിട്ട് സാധിക്കും. 1 കൊരിന്ത്യർ 11-ാമത്തെ അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ അത്താഴം എന്നുള്ള പേര് കാണും. രണ്ടാമത്തെ ഒരു പേര് എന്ന് പറയുന്നത് അപ്പം നുറുക്കൽ. അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായം അതിൻ്റെ 42-ാമത്തെ വാക്യത്തിൽ അത് കാണും. നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായം അതിൻ്റെ 42-ാമത്തെ വാക്യം. എല്ലാവർക്കും ഭയമായി അപ്പോസ്തലന്മാരിൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. വിശ്വസിച്ചവരെല്ലാവരും ഒരുമിച്ചിരുന്നു. സകലവും പൊതുവക എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവൻ ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിട്ടെടുത്തു. ഒരുമനപ്പെട്ട് ദിനം പ്രതി
ദേവാലയത്തിൽ കൂടുകയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട്, അവിടെ അപ്പം നുറുക്കെന്നുള്ള ഒരു പേര് കാണുന്നു. 42 വാക്യത്തിൽ അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അവിടെ അപ്പം നുറുക്ക് എന്നുള്ള ഒരു പേര് കാണും. അപ്പം കർത്താവിൻ്റെ അത്താഴം. അടുത്ത് പിന്നെ പറയുന്നു അപ്പം നുറുക്ക്. അവിടെ പെന്തക്കോസ്ത് നാളിൽ ജനം ഒരുമിച്ച് കൂടിയിരുന്നു. അവിടെ പരിശുദ്ധാത്മാവ് ആഗതമായി. അന്യഭാഷകളിൽ അവർ സംസാരിച്ചു. ആ സംഭവിച്ചത് എന്തെന്നറിഞ്ഞ് ആശ്ചര്യപ്പെട്ട് ഓടിയെടുത്തവരോട് അപ്പോസ്തലനായ പത്രോസ് എഴുന്നേറ്റ് നിന്ന് ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശങ്ങൾ പറയുകയും അത് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് കൂട്ടായ്മ ആചരിക്കണമെന്ന് പറഞ്ഞവർ അടുത്തതായിട്ടുള്ള ഒരു ഉപദേശമാണ് അപ്പം നുറുക്ക് എന്ന് പറയുന്നത്. അത് കർത്താവ് തന്നെ സ്ഥാപിച്ചതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് കർത്താവിൻ്റെ അത്താഴമാണ്. കർത്താവിൻ്റെ അത്താഴത്തിൽ കർത്താവ് അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി. കർത്താവ് എന്നിട്ട് അത് നുറുക്കപ്പെടുന്നത് തൻ്റെ ശരീരമാണെന്നും ഒഴുക്കപ്പെടുന്നത് തൻ്റെ രക്തമാണെന്ന് അതിൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവനെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് ശിഷ്യന്മാരെ ഫലമേൽപ്പിച്ചു. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട ഒരു ഉപദേശമാകയാൽ പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തലനായ പത്രോസ് മറ്റുള്ളവരോട് അക്കാര്യം ഉപദേശിക്കുകയുണ്ടായി. അതുകൊണ്ട് ഇതിന് അപ്പം നുറുക്ക് എന്ന ഒരു പേര് കാണും. അടുത്ത് പിന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് 1 കൊരിന്ത്യർ 10:21 കർത്താവിൻ്റെ മേശ എന്നുള്ള ഒരു പദം കാണും. നമുക്ക് 1 കൊരിന്ത്യർ 10:21 നോക്കാം. കൊരിന്ത്യർ 10:21 അവിടെ പറയും, നിങ്ങൾ കർത്താവിൻ്റെ പാനപാത്രവും 20 ദൈവത്തിൻ്റെ ഭൂതങ്ങൾക്ക് അത്ര പിടികൾ എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികളാവാൻ നിൽക്കുന്നു. നിങ്ങൾ കർത്താവിൻ്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രം കുടിക്കുവാൻ പാടില്ല. നിങ്ങൾക്ക് കർത്താവിൻ്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും അംശികളാകുവാനും പാടില്ല. അടുത്ത് പിന്നെ കാണുന്ന കർത്താവിൻ്റെ മേശ. അവിടെ ഒരുക്കപ്പെട്ടിരുന്ന മാളിക മുറിയിൽ കൂടിയിരുന്ന ശിഷ്യന്മാർ അവർ മേശമേൽ ഭക്ഷണം വെച്ച് അല്ലെങ്കിൽ അപ്പം വെച്ച് നുറുക്കി പാനപാത്രവുമായി തൻ്റെ ശിഷ്യന്മാർക്ക് വിളമ്പി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ കർത്താവ് തന്നെ ആ സ്ഥാപിച്ചതായതുകൊണ്ട് കർത്താവിൻ്റെ മേശ എന്നൊരു പദം നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ 3 വിധത്തിലുള്ള പേരുകളാണ് നമുക്ക് അവിടെ കാണുന്നത്. 1 കർത്താവിൻ്റെ അത്താഴം, 2 അപ്പം നുറുക്ക്, 3 കർത്താവിൻ്റെ മേശ എന്നിത്യാദി 3 പേരുകളാണ് ഈ അപ്പം നുറുക്ക് എന്നുള്ള ശുശ്രൂഷയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ സാമുദായിക സഭകൾ പലപ്പോഴും ഈ പേര് ഉപയോഗിക്കാതെ ചില സാമുദായിക സഭകളൊക്കെ കുർബാന എന്നുള്ള ഒരു പദം ഉപയോഗിക്കുന്നതായി കാണും. കുർബാന എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബലി എന്നാണ്. കുർബാൻ എന്ന് പറയുന്ന ഒരു സുറിയാനി പദത്തിൽ നിന്നാണ് കുർബാന എന്നുള്ള വാക്കുണ്ടായത്. കുർബാന എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബലിയാണ്. ഒരിക്കലും കർത്താവിൻ്റെ മേശ ഒരു ബലിയല്ല, മറിച്ച് നമുക്ക് വേണ്ടി ബലിയായി തീർന്ന യേശുക്രിസ്തുവിനെ ഓർക്കുന്ന ഒരു ശുശ്രൂഷയാണ് അപ്പം നുറുക്ക്. അല്ലാതെ അവിടെ ബലിയായി കർത്താവിനെ അല്ലെങ്കിൽ ഒരപ്പം നുറുക്കുമ്പോൾ ഒരു ബലിക്ക് അല്ലെങ്കിൽ പഴയ നിയമ ആചാരങ്ങളിലൊക്കെ ഒരു യാഗവസ്തുവിനെ കുറുപ്രാവോ കാളയോ അല്ലെങ്കിൽ ആടിനെയൊക്കെ ഖണ്ഡം ഖണ്ഡമായി നുറുക്കുന്നത് പോലെ, എന്നാൽ ഇന്നത്തെ പുതിയ നിയമകാലത്ത് എന്നാൽ ആടിനെ ഒന്നും നുറുക്കണ്ട, അപ്പം ഉണ്ടാക്കി നുറുക്കാം എന്ന് വിചാരിക്കുന്ന രീതിയിൽ ആ ബലിയോട് താതാത്മ്യം പ്രാപിക്കുന്ന ഒരു ശുശ്രൂഷയല്ല ഈ അപ്പം നുറുക്ക് ശുശ്രൂഷ. മറിച്ച് നമുക്ക് വേണ്ടി ഒരിക്കലായി ബലിയായി തീർന്ന കർത്താവിനെ ഓർക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഓരോ ആഴ്ചയിലും അങ്ങനെ ബലിയാകുന്ന രീതി ക്രൈസ്തവ സഭയ്ക്കില്ല.
എല്ലാവർക്കും വേണ്ടി ഏകയാഗമായി കർത്താവ് തീർന്നത് കൊണ്ട്, നമുക്ക് വേണ്ടി ഒരിക്കലായി കർത്താവ് അർപ്പിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട്, അർപ്പിക്കപ്പെട്ട കർത്താവിൽ വിശ്വസിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ കർത്തവ്യം. അല്ലാതെ കൂടെ ബലി കഴിക്കുക, ദിനംതോറും ബലി കഴിക്കുക എന്നുള്ള ഒരു രീതി പുതിയ നിയമ ഉപദേശങ്ങളിലില്ല. അതുകൊണ്ട് കുർബാന എന്ന് പറയുന്ന ഒരു വാക്ക് അപ്പം നുറുക്ക് എന്നുള്ള ഒരു ശുശ്രൂഷയിൽ, അല്ലെ കർത്താവിൻ്റെ അത്താഴം എന്നുള്ള ആ ശുശ്രൂഷയിൽ നൽകുവാനായിട്ട് പാടില്ല. അതുകൊണ്ട് നമ്മൾ അപ്പം നുറുക്ക്, അതായത് കർത്താവിൻ്റെ മേശ, കർത്താവിൻ്റെ അത്താഴം എന്നീ പേരുകളാണ് നമുക്ക് ഇതിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഒന്നാമതായി പേരുകളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഇനി രണ്ടാമതായി നമുക്ക് ചിന്തിക്കാനുള്ളത് ഇതിൻ്റെ ഉപദേശങ്ങൾ. ഒന്ന്, ഇത് സ്ഥാപിച്ചത്, ഇതിൻ്റെ സ്ഥാപന ചരിത്രം നമുക്ക് വായിക്കാം. മത്തായി സുവിശേഷം 26-ാമത്തെ അധ്യായം 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. മത്തായി സുവിശേഷം 26-ാമത്തെ അധ്യായം 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മത്തായി സുവിശേഷം 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ വായിക്കും. അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. അപ്പോൾ അപ്പം നുറുക്ക് സ്ഥാപിച്ചത് മനുഷ്യരാരുമല്ല, ഇത് കർത്താവ് തന്നെ സ്ഥാപിച്ചതാണ്. അവിടെ പറയുന്നു, അവർ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പിൻ, ഇതെൻ്റെ ശരീരം എന്ന് പറഞ്ഞു. എൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, വാങ്ങി ഭക്ഷിപ്പിൻ, ഇതെൻ്റെ ശരീരം എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തം. എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കുന്ന നാൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് അവിടെ സ്ഥാപിക്കുകയാണ്. കർത്താവിൻ്റെ ക്രൂശ് മരണത്തിന് തലേ ദിവസം മർക്കോസിൻ്റെ മാടകമുറിയിൽ വെച്ച് യേശുക്രിസ്തു ഇത് സ്ഥാപിച്ചു. അപ്പോൾ അപ്പം നുറുക്കെന്ന് പറയുന്ന ശുശ്രൂഷ സ്ഥാപിച്ചത് ഹല്ലേലൂയ നമ്മുടെ കർത്താവ് തന്നെയാണ്. അടുത്ത മർക്കോസിൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. മത്തായി സുവിശേഷം നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷം 14-22 മുതൽ വായിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 14-22 മുതൽ വായിക്കും. 14-22 അതിൻ്റെ 22 മുതലുള്ള ചില വാക്യം. അവർ ഭക്ഷിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. വാങ്ങുവിനതെൻ്റെ ശരീരം എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും അതിൽ നിന്ന് കുടിച്ചു. ഇത് അനേകർക്ക് വേണ്ടി ചൊരിയുന്നതായി നിയമത്തിലുള്ള എൻ്റെ രക്തം. മുന്തിരിവള്ളിയുടെ അനുഭവം ദൈവരാജ്യത്തിൽ പുതുതായി അനുഭവിക്കുന്ന നാൾ വരെ ഞാനത് ഇനി അനുഭവിക്കില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അവരോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പോൾ ഇതാ നോക്കുക, യേശുക്രിസ്തു ഈ ശുശ്രൂഷ സ്ഥാപിച്ചതായിട്ട് നമുക്ക് ഈ 2 വാക്യങ്ങളിലൂടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അപ്പം നുറുക്കെന്ന് പറയുന്ന ഈ ശുശ്രൂഷ, ഇതിൻ്റെ പേരുകൾ കർത്താവിൻ്റെ അത്താഴം, കർത്താവിൻ്റെ മേശ, അപ്പം നുറുക്ക് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ഇത് സ്ഥാപിച്ചത് നമ്മുടെ കർത്താവാണ്. മാത്രമല്ല ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രവചനം ഉണ്ട്. അത് യെശയ്യാ പ്രവചന 53-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണും. നമുക്കതൊന്ന് വായിക്കാം. യെശയ്യാ പ്രവചനം 53-ാമത്തെ അധ്യായത്തിൽ
യേശുക്രിസ്തുവിൻ്റെ ആ കഷ്ടാനുഭവങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രവചനം കാണും. അവിടെ പറയുകയാണ്, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. പ്രവാചകൻ പറയുകയാണ്, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു. പ്രവാചകന്മാർ പറഞ്ഞത് പലരും കേൾക്കുകയോ അല്ലെ കേൾപ്പിച്ചത് അവർ വിശ്വസിക്കുന്നില്ല. വിശ്വസിച്ചിരിക്കും. അവൻ ഇളയ തൈ പോലെയും, കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയണം, ഇളയ തൈ പോലെയും വരണ്ട നിലത്തു നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവൻ്റെ മുമ്പാകെ വളരും. അപ്പോൾ വരണ്ട നിലത്ത് ഒരിക്കലും വേർ മുളയ്ക്കുകയില്ല സാധാരണഗതി. അത്ഭുതകരമായ ഒരു ജനനത്തെക്കുറിച്ച് അവിടെ പറയുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനം തന്നെ ഒരു അത്ഭുതമായി. യെശയ്യാവ് തന്നെ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. പിന്നെ അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടുമെന്ന് യെശയ്യാവ് യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രവചിച്ചിരിക്കുന്നു. അപ്പോൾ അത് വരണ്ട നിലത്ത് വേർ മുളയ്ക്കുന്നത് പോലെയും അവൻ്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. യേശുവിൻ്റെ കഷ്ടാനുഭവത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കാരണം മുറിവേറ്റവനായി ഇരിക്കുന്ന ആ യേശുവിനെ കണ്ടാൽ ഇപ്പോൾ യാതൊരു വിധമായ രൂപഗുണമോ സൗന്ദര്യമോ ഇല്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനുമായിരുന്നു. കർത്താവിൻ്റെ ക്രൂശീകരണത്തിൽ അല്ലെ കർത്താവ് കഷ്ടമനുഭവിക്കുമ്പോൾ അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടിരുന്നു അല്ലേ. നമുക്ക് യേശുവിൻ്റെ ക്രൂശീകരണ സമയത്ത് കാണുവാനായിട്ട് സാധിക്കുന്നത് അനേകർ തലകുലുക്കി യേശുവിനെ നിന്ദിക്കുകയാണ്. മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവരെ നീ നിന്നെ തന്നെ രക്ഷിക്ക എന്ന് പറഞ്ഞുകൊണ്ട് ആക്രോശമുയർത്തുന്ന അനേകരെ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് യേശുക്രിസ്തു അവിടെ നിന്ദിക്കപ്പെട്ടിരിക്കുന്നതായി കാണും. യേശുക്രിസ്തു നിന്ദിക്കപ്പെട്ടവനായിരുന്നു. മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല, മനുഷ്യരാരും യേശുവിനെ ആദരിച്ചില്ല. ക്രൈസ്തലോ സ്തോത്രം. ആദരിച്ചില്ല, അവനെ ആദരിച്ചുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. എന്തിനാണ് കർത്താവ് ഈ കഷ്ടങ്ങൾ അനുഭവിച്ചത്? അവിടെ പറയുന്നത് സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. നമുക്ക് വേണ്ടിയിട്ടാണ് കർത്താവ് കഷ്ടം അനുഭവിച്ചത്, അല്ലാതെ കർത്താവിൻ്റെ കഴിവുകേടല്ല. ചില വിമർശകർ പറയുന്നത് യേശുക്രിസ്തുവിന് കഴിവില്ലായിരുന്നു, യേശുക്രിസ്തു കുരിശിൽ കിടന്ന് നിലവിളിച്ചു, യേശു സർവശക്തനാണോ എന്നൊക്കെ ചോദിക്കുന്ന അനേകർ ഉണ്ട്. എന്നാൽ യേശുക്രിസ്തുവിന് കഴിവില്ലാഞ്ഞിട്ടോ യേശുക്രിസ്തുവിന് ക്രൂസിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാഞ്ഞിട്ടോ ഒന്നുമല്ല. യേശുക്രിസ്തുവിനെ പടയാളികൾ പിടിക്കാൻ വന്നപ്പോൾ തന്നെ പത്രോസ് തൻ്റെ വാളൂരി മഹാപുരോഹിതൻ്റെ ചേവകൻ്റെ കഴുത്തിലേക്ക് വെട്ടി. പക്ഷെ വാൾപ്പേറ്റൊന്നും അറിയാൻ പാടില്ലാത്ത ഈ പത്രോസ് ചേവകനെ വെട്ടിയപ്പോൾ ഭൗതികപരമായ വാളുകൊണ്ട് വെട്ടുവാൻ കഴിവില്ലാതിരുന്ന പത്രോസ് ആ ചേവകനെ വെട്ടിയപ്പോൾ ലക്ഷ്യം തെറ്റിപ്പോയി. ലക്ഷ്യം തെറ്റിയിട്ട് ആ മഹാപുരോഹിതൻ്റെ ചേവകൻ്റെ കാതാണ് അറ്റുപോയത്. കഴുത്ത് എന്ന് മുറിഞ്ഞ് തല പോകേണ്ടതിന് പകരം കാത് അറ്റുപോയി. കാതറ്റുപോയ ആ ചേവകൻ്റെ കാതിനെ എടുത്ത് കർത്താവ് അവിടെ തിരികെ യഥാസ്ഥാനത്താക്കിക്കൊള്ളു. എന്നിട്ട് പത്രോസിനോട് പറഞ്ഞു, വാള് പുറയിലിടുക എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ എൻ്റെ പിതാവിനോട് അപേക്ഷിച്ച ലക്ഷ്യൂരിലധികം ദൂതന്മാരെ എനിക്ക് അയച്ചു തരുവാൻ എൻ്റെ പിതാവിന് കഴിയും. പക്ഷെ ഇതൊക്കെ സംഭവിക്കേണ്ടത് ദൈവഹിതമാണെന്ന് മനസ്സിലാക്കുന്നത്. എന്താണ് ദൈവഹിതം? പാപികളായിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി നമ്മുടെ രോഗങ്ങൾ വഹിക്കുവാൻ, നമ്മുടെ പാപങ്ങൾ വഹിക്കുവാൻ, എന്നിട്ട് നമ്മുടെ വേദനകളെ കർത്താവ് ചുമന്നു. ഞാൻ നിങ്ങളെ വേദനിക്കേണ്ട സ്ഥാനത്ത്, ശിക്ഷ ഏൽക്കേണ്ട സ്ഥാനത്ത് നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചു വരുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു. നോക്കുക, എന്തിനു വേണ്ടിയിട്ടാണ് യേശു മുറിവേറ്റത്? നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്നു വരിക്കുന്നു. നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു വരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ പേരായി. അപ്പോൾ യേശുവിൻ്റെ ശിക്ഷ യേശു എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടോ പാപം ചെയ്തിട്ടോ അല്ല.
പാപികളാകുന്ന നമ്മുടെ സമാധാനത്തിന് പാപികളാകുന്ന നമ്മളും വിശുദ്ധനായിരിക്കുന്ന ദൈവവും തമ്മിലൊരു സമാധാനം ഉണ്ടാകേണ്ടതിന് വേണ്ടി നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. അങ്ങനെ കർത്താവ് അടിയേറ്റത് കൊണ്ട് പിന്നെ പറയുകയാണ്, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ക്രൈസ്തലോ, കർത്താവ് അടിയേറ്റത് കൊണ്ട് അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. എന്നാൽ നാം എല്ലാവരും ആടുകളെപ്പോലെ തെറ്റിപ്പോയിരുന്നു. അപ്പം കർത്താവ് നമ്മുടെ പാപത്തിന് വേണ്ടി ശിക്ഷയല്ല അനുഭവിച്ചപ്പോൾ നമ്മളെല്ലാം ആടുകളെപ്പോലെ ഇങ്ങനെ തെറ്റി ഇരിക്കുക. നമുക്കറിയാമല്ലോ, ആടിനെ വളർത്തുന്നവർക്കറിയാം, ആടുകൾ ഒരിക്കലും ഒരിടത്ത് ഇങ്ങനെ അടങ്ങി ഇരിക്കുകയില്ല. അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ പോകുന്നതിന് ഒരു ലക്ഷ്യവുമില്ല, എങ്ങോട്ടെങ്കിലുമൊക്കെ പോകും. ചെന്ന് വല്ല കുരുക്കിലുമൊക്കെ അകപ്പെട്ട്, അല്ലെങ്കിൽ ചെന്നായ്ക്കളുടെ കയ്യിൽപ്പെട്ട്, അല്ലെങ്കിൽ സ്വയം കുരുക്കിൽ ഉണ്ടായി, അല്ലെങ്കിൽ തന്നെ കൂട്ടമാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ച് മുറിവേൽപ്പിച്ച് ഇങ്ങനെയൊക്കെ പോകുന്ന ഒരു സ്വഭാവമാണ് ആടുകൾക്കുള്ളത്. നമ്മളെല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോരും. നാം ഓരോരുത്തരും താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. ഇന്നത്തെ മനുഷ്യൻ്റെ അവസ്ഥയാണ്. നമ്മളെല്ലാം താൻ്റെ വഴിക്കാണ് തിരിഞ്ഞിരുന്നത്, ദൈവത്തിൻ്റെ വഴികളിലേക്കല്ല. ഒരു മനുഷ്യന് തൻ്റെ വഴികൾ ശരിയായി തോന്നും, എന്നാൽ അതിൻ്റെ അവസാനമോ മരണ വഴികൾ അത്ര എന്ന് കർത്താവ് പറഞ്ഞ പോലെ ഓരോരുത്തർ താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. താൻ്റെ വഴിക്ക് തിരിഞ്ഞ് തെറ്റിപ്പോയിരുന്ന നമ്മുടെ അകൃത്യങ്ങളെല്ലാം യേശുവിൻ്റെ മേൽ ചുമത്തി. എന്നിട്ട് തന്നെത്താൻ താഴ്ത്തി വായ തുറക്കാതെ ഇരുന്നിട്ട് അവൻ പീഡിപ്പിക്കപ്പെട്ടു. കർത്താവ് വായ തുറക്കാതെ ഇരുന്നിട്ട് പോലും, യാതൊരു അക്ഷരവും മിണ്ടാതെ ഇരുന്നിട്ട് പോലും കർത്താവ് പീഡിപ്പിക്കപ്പെട്ടു. ഇന്നത്തെ കാലത്തും അങ്ങനെയാണ്. മാനവ മര്യാദയ്ക്ക് ജീവിക്കുന്നവൻ്റെ മേത്തോട്ട് കുതിര കയറുവാനാണ് ഇന്നത്തെ സമൂഹമെല്ലാം ശ്രമിക്കുന്നത്. ഇന്നും അങ്ങനെയാണ്. കർത്താവ് തന്നെ അതിനൊരു മാതൃകയാണ്. വായ തുറക്കാതെ ഇരുന്നിട്ട് അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെയും അവൻ വായ തുറക്കാതെ ഇരുന്നു. അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു. ജീവനുള്ളവരുടെ ദേശത്തുനിന്ന് അവൻ ഛേദിക്കപ്പെട്ടു എന്നും എൻ്റെ ജനത്തിൻ്റെ അതിക്രമം നിമിത്തം അവന് ദണ്ഡനം വന്നും എന്ന് അവൻ്റെ തലമുറയിൽ ആർ വിചാരിച്ചു. പിന്നെയും പ്രവാചകൻ പറയാണ്, അവൻ സാഹസമൊന്നും ചെയ്യാതെയും അവൻ്റെ വായിൽ വഞ്ചനയൊന്നുമില്ലാതെ ഇരുന്നിട്ട് അവർ അവന് ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുത്തു. വഞ്ചനയില്ല, ഇല്ലാതിരുന്നിട്ടും അവന് ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുത്തു. അവൻ്റെ മരണത്തിൽ അവർ സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു. യേശുക്രിസ്തു ജനിച്ചപ്പോൾ കാലിത്തൊഴുത്തിലൊരു ദരിദ്രനെ പോലെ ആയിരുന്നു എങ്കിലും യേശുക്രിസ്തു അടക്കപ്പെട്ടപ്പോൾ അരിമത്യയിലെ യോസഫും ധനവാനും മന്ത്രിയുമായിരുന്ന ആ യോസഫിൻ്റെ കല്ലറയിൽ സമ്പന്നന്മാരോടുകൂടെ യേശു അടക്കപ്പെടുകയാണ്. കർത്താവിൻ്റെ കഷ്ടാനുഭവത്തെക്കുറിച്ച് പ്രവചനാത്മാവിൽ കണ്ടുകൊണ്ട് പറയുകയാണ്. എന്നാൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. പിതാവായ ദൈവത്തിന് ഇഷ്ടം തോന്നി. കർത്താവ് പറഞ്ഞു, ഏലി ഏലി ലമ്മാ ശബക്താനി, എൻ്റെ ദൈവമേ എന്നെ കൈവിട്ടതെന്ത് എന്ന് കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് 22-ാം സങ്കീർത്തനത്തിലെ വാക്യങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. എന്തിന്? ആ പ്രിയപുത്രനായ കർത്താവിനെ തകർത്ത് കളയുവാൻ ഇഷ്ടം തോന്നി. എന്തിന്? നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം. പാപികളാകുന്ന നാം ശിക്ഷയേൽക്കാതിരിക്കുവാൻ, നമുക്ക് പകരമായി യേശു ശിക്ഷയേറ്റുകൊണ്ട് നമ്മളെ സ്വതന്ത്രരാക്കുവാൻ വേണ്ടി, നമ്മുടെ വേദനകൾ മാറുവാൻ വേണ്ടി, നമുക്ക് ദൈവത്തോട് സമാധാനം വരുത്തുവാൻ വേണ്ടി കർത്താവ് നമുക്ക് വേണ്ടി ശിക്ഷയേറ്റു. അവൻ്റെ പ്രാണൻ അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവൻ്റെ കയ്യാൽ സാധിക്കുകയും ചെയ്തു. അതെ, ദൈവത്തിൻ്റെ ഇഷ്ടം ആ ക്രൂശിൽ കിടന്ന മുറിവേൽക്കുന്ന യേശുവിലൂടെ ഒരു സന്തതി എന്ന് പറഞ്ഞ് ഞാനും നിങ്ങളും കർത്താവിൻ്റെ മക്കളായി മാറുവാനുള്ള ഒരു കാര്യമായിരുന്നു കർത്താവ് ചെയ്തത്. ആ കാൽവറിയുടെ വേദനയിലൂടെ പുറത്തു വന്നത്
പിശാചിൻ്റെ മക്കളായിരുന്നു നാം ഏവരും ദൈവത്തിൻ്റെ മക്കളായി തീർന്നു എന്നുള്ള ഒരു സന്തതിയെ കാണുകയും ചെയ്തു എന്നുള്ളത് ആ കഷ്ടാനുഭവത്തിൻ്റെ ഒരു വലിയ പ്രയോജനമായിരുന്നു. സ്തോത്രം. തൻ്റെ പ്രയത്നം കണ്ട് തൃപ്തനാ നീതിമാനായി എൻ്റെ ദാസൻ തൻ്റെ പരിജ്ഞാനം കൊണ്ട് സകലരെയും നീതീകരിക്കും, അവരുടെ അകൃത്യങ്ങളെ ഞാൻ വഹിക്കും. അതുകൊണ്ട് ഞാൻ അവന് മഹാന്മാരോടുകൂടെ ഓഹരി കൊടുക്കും, ബലവാന്മാരോടുകൂടെ അവൻ കൊള്ള പങ്കിടും. അവൻ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളയും, അനേകരുടെ പാവം വഹിച്ചുകൊണ്ട് അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നുകൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യുകയാൽ തന്നെ. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിൻ്റെ ആ കാൽവരി മരണം പ്രവാചകൻ ഓർത്ത് നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുകയാണ്. അപ്പം നുറുക്ക് ശുശ്രൂഷയിൽ നാം ഓർക്കേണ്ടത് നമുക്ക് വേണ്ടി അകൃത്യയാഗമായി തീർന്ന, നമുക്ക് വേണ്ടി മുറിവേറ്റ, നമുക്ക് വേണ്ടി കഷ്ടമനുഭവിച്ച, നാം മുഖാന്തരം ദണ്ഡിക്കപ്പെട്ടിരിക്കുന്ന ഈ കർത്താവിനെ ഓർക്കുന്ന ഒരു ശുശ്രൂഷയാണ് അപ്പം നുറുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് അപ്പം നുറുക്കിൻ്റെ ചില പേരുകളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. കർത്താവിൻ്റെ മേശ, കർത്താവിൻ്റെ അത്താഴം, അപ്പം നുറുക്ക് എന്നീ പേരുകൾ കാണുന്നു. കുർബാന എന്നുള്ള പേര് ബൈബിളിൽ എവിടെയും കാണുന്നില്ല. അതൊക്കെ പിൽക്കാലത്ത് സാമുദായിക സഭകൾ ഉണ്ടാക്കിയെടുത്ത കാര്യമാണ്. മറ്റൊന്ന്, ഇതിൻ്റെ സ്ഥാപനത്തെക്കുറിച്ച് പറഞ്ഞു. ഇത് കർത്താവ് തന്നെ സ്ഥാപിച്ചതാണ്. മാത്രമല്ല, ഇത് മുൻകാല പ്രവചനമുണ്ടായിരുന്നു. കർത്താവിൻ്റെ കഷ്ടാനുഭവത്തെക്കുറിച്ചുള്ള പ്രവചനം നമുക്ക് യെശയ്യാവിൽ കാണുവാനായിട്ട് സാധിക്കും. അത് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുകയുണ്ടായി. കേൾക്കപ്പെട്ട വചനങ്ങളുടെ മുമ്പാകെ നമ്മളെത്ര താഴ്ത്തി ഏൽപ്പിക്കാം. ബാക്കി ക്ലാസ്സുകൾ ദൈവം അനുവദിച്ചാൽ അടുത്ത ശനിയാഴ്ച നമുക്ക് എടുക്കാം. ദൈവമായ കർത്താവ് സഹായിച്ചിട്ട് തന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കുന്നു. കരുണാസമ്പന്നത്തിന് നീതിമാനമായ സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അവിടുത്തെ പാദപീഠത്തെങ്കിലേക്ക് സമയമെടുത്തു വരുന്നു. ദൈവമായ കർത്താവ് ഇന്ന് രാത്രിക്കാലം സഹായിക്കും. കർത്താവിൻ്റെ അനുഗ്രഹങ്ങളാൽ നന്മകളാൽ നിറച്ചവിടുന്ന് വഴി നടത്തിയാട്ടെ. പ്രത്യേക അടിസ്ഥാന വേദോപദേശങ്ങളെന്നുള്ള കർത്താവ് ഈ ബൈബിൾ പഠന പരമ്പര ഇന്ന് രാത്രിക്കാലം പ്രിയപ്പെട്ടവരോട് ദൈവജനത്തിൽ നിന്ന് സംസാരിക്കുവാനിടയാണ്. കർത്താവിൻ്റെ വലിയ അനുഗ്രഹങ്ങളാൽ നന്മകളാൽ നിറച്ചവിടുന്ന് വഴി നടത്തി സഹായിച്ചാട്ടെ. ഇവരെയും കർത്താവോടൊന്ന് അനുഗ്രഹിച്ചാട്ടെ. രാത്രിക്കാലം ആരോഗ്യ രോഗികളായി ഭാരപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവെ ഇന്ന് രാത്രിക്കാലം കർത്താവെ അങ്ങനെ സൗഖ്യമാക്കുന്ന കരം നീട്ടി പൂർണ്ണമായി വിടുതലും ആശ്വാസം അവിടുന്ന് പകരണം. ദൈവശക്തി പകർന്ന് സഹായിക്കുന്നതേക്ക് സ്തുതിക്കുന്നു. സകലത്തിൽ അനുഗ്രഹിച്ചാട്ടെ, സഹായിച്ചാട്ടെ പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.